അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്, അതായത് സം എക്സാമ്പിൾ മിസലേനിയസ് പ്രോബ്ലം എന്ന് പറയും, അല്ലെങ്കിൽ കുറച്ചും കൂടി സോൾവ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രയാസകരമായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എന്നാൽ ഈസി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് tan of sin inverse 3/5 plus 14 inverse 3/2. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ വാല്യൂ കാണാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പറയാം sin inverse 3/5 ഉം 14 inverse 3/2 എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നും കൂടി tan of sin inverse 3/5 പ്ലസ് ഈ കോട്ടിനെ നമുക്ക് ടാനിലേക്ക് ആക്കാമല്ലോ. നമുക്കറിയാം ടാനും കോട്ടും തമ്മിലുള്ള ബന്ധം എന്താ? ടാനിന്റെ റെസിപ്രോക്കൽ ആണ് ആര്? കോട്ട് എന്നാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇതിലേക്ക് ടാനിലേക്ക് ആക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 3/2 എന്തായിട്ടുണ്ടാവും? 2/3 ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഈ സൈനിനെയും കൂടി ടാനിലേക്ക് ആക്കിയാൽ നമ്മുടെ റിസൾട്ട് ഉണ്ട്. അപ്പൊ സൈനിനെ ടാനിലേക്ക് ആക്കുകയാണ്. അതിന് വേണ്ടി ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകണം. ഓക്കെ, എന്താണ് സൈൻ എന്ന് പറഞ്ഞാൽ? പറഞ്ഞോളൂ. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ 3 5, ഇത് 3 ഇത് 5 ആണ്, ഇത് എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, നമ്മൾ കുറെ ഡിസ്കസ് ചെയ്താണ്, നമുക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാൻ ഓഫ് ഈ സൈനിന്റെ ഈ ടേബിൾ വെച്ച് ടാനിൽ ആക്കാൻ പറഞ്ഞു. ടാൻ ഇൻവേഴ്സ് എന്താ ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/3. 3 ഓക്കെ ആണ്. ഇനി നമ്മുടെ കയ്യിൽ റിസൾട്ട് ഉണ്ട്. ഇത് ആരാണ്? x ആണ് അല്ലേ? 3/4 x ആണ്, ഇത് y ആണ്. അപ്പോൾ നമ്മുടെ റിസൾട്ട് ഉണ്ട്. ഏതായിരുന്നു ആ റിസൾട്ട്? tan ഇൻവേഴ്സ് x പ്ലസ് tan ഇൻവേഴ്സ് y ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് y ബൈ 1 മൈനസ് xy അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് ചെയ്യാം. ഇപ്പോൾ tan ഓഫ് പറഞ്ഞോളൂ. tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് y 3/4 plus 2/3 all divided by 1 minus 3/4 into 2/3. 3 okay. Okay. But tan inverse cross ചെയ്യുമ്പോൾ 3 into 3 9 plus 8/12 all divided by 1 minus 3 into 2 6/12. ഇങ്ങനെ തന്നെ. Then tan inverse 9 plus 8 എന്ന് പറഞ്ഞാൽ 17/12 by ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 12 minus 6/12. 3 ഓക്കെ. ഓക്കെ, 3 ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ഇത് രണ്ടും കട്ട് ചെയ്യാം. 12 കട്ട് ചെയ്യാം. ബാലൻസ് ഉള്ളത് ആരാ? ബാലൻസ് ഉള്ളത് നോക്കാം. അപ്പുറത്തേക്ക് ബാലൻസ് ഈക്വൽ ടു tan inverse മുകളിൽ 17 and 12 minus 6 ആണ് 6 തന്നെ. അപ്പോൾ 17/6. ഓക്കെ, ഇനി നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് അറിയാം. tan ഇൻവേഴ്സ് വന്നാൽ രണ്ടും ക്യാൻസൽ ചെയ്യും. ബാലൻസ് ആയി 17/6. ആൻസർ അല്ലേ? 17/6 ആൻസർ ആണ്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. Prove that tan inverse root x is equal to 1/2 cos inverse 1 minus x by 1 plus x. ഇതാണ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ നോക്കുക. LHS = RHS ചെയ്താൽ മതി. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം? ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനിൽ RHS let y equal to tan inverse root x. let y equal to tan inverse root x. അപ്പോൾ ഇതിൽ നിന്ന് tan inverse ന്റെ ടേം എന്താവും? tan y equal to root x. അത് ഓക്കെ. ഈ റൂട്ട് പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. അപ്പോൾ tan square y equal to x. ഓക്കെ, അപ്പോൾ RHS നമ്മൾ RHS ഏതായിരുന്നു? റൈറ്റ് ഹാൻഡ് സൈഡ് പറഞ്ഞോളൂ. 1/2 cos inverse 1 minus x by 1 plus x. ഇതിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ. 1/2 cos inverse 1 minus x. 1 minus x ആയിട്ട് കിട്ടിയത് tan square y divided by 1 plus x സ്ഥാനത്ത് tan square y. 3 ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഫസ്റ്റ് ഇയർ ട്രിഗണോമെട്രി പഠിച്ച റിസൾട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. 1 minus tan square y by 1 plus tan square y എന്ന് പറഞ്ഞാൽ അത് ആരുടെ റിസൾട്ട് ആണ്? cos 2y ന്റെ റിസൾട്ട് ആണ്. അതായത് cos 2 theta എന്ന് പറഞ്ഞാൽ 1 minus tan square theta by 1 plus tan square theta ആണ്. ഓക്കെ, അങ്ങനെയാണ് ധാരാണ് cos 2y. അപ്പോൾ ഇക്വേഷൻ റെഡി. 1/2 cos inverse ധാരാണ്
cos 2y. ഇത്രയും ഓക്കെ. ഇനി നമ്മൾ മുമ്പ് റിസൾട്ട് ഫോർമുല പഠിച്ചു. ഒരേ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉള്ളോ അല്ലാതെ വന്നാൽ രണ്ടും ക്യാൻസൽ ചെയ്യാം. ആ രണ്ടും ക്യാൻസൽ ചെയ്തു. ബാലൻസ് ആരാ പറഞ്ഞോളൂ? 1/2 ഇൻറ്റു ഇവിടെ ആരാ 2y. ദെൻ ഈ 2 ഈ 2 കട്ട് ചെയ്യാം. അപ്പോൾ ആരായി? y ആയി. ദെൻ നമ്മൾ y ആയിട്ട് കൊടുത്തത് ആരായിരുന്നു? y ആയിട്ട് കൊടുത്തത് tan ഇൻവേഴ്സ് റൂട്ട് x ആയിരുന്നു. ദെൻ tan ഇൻവേഴ്സ് റൂട്ട് x ആരാ? LHS അല്ലേ? ഓക്കേ. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തില്ലേ? LHS RHS. വളരെ എളുപ്പത്തിൽ കിട്ടും. ശരിക്കും നോക്കുക. നമ്മൾ y ആയിട്ട് കൊടുത്ത tan ഇൻവേഴ്സ് റൂട്ട് x നെ അതിൽ നിന്ന് റൂട്ട് x ന്റെ ഇക്വേഷൻ കണ്ടെത്തി. tan ഇൻവേഴ്സ് നമ്മൾ tan y ആയി റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയർ ചെയ്തു. അപ്പോൾ x tan സ്ക്വയർ y. RHS ൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ x ന്റെ സ്ഥാനത്ത് tan സ്ക്വയർ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് 1 - tan സ്ക്വയർ y 1 + tan സ്ക്വയർ y എന്നാണ്. cos 2y ആണ്. then cos ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്യും. ബാലൻസ് 1/2 * 2y. ആ 2 ഈ 2 ക്യാൻസൽ ചെയ്യും. ബാലൻസ് 1 * y എന്നാണ് y തന്നെ. y ആയി നമ്മൾ കൊടുത്ത tan ഇൻവേഴ്സ് റൂട്ട് x. tan ഇൻവേഴ്സ് റൂട്ട് x അല്ലേ LHS? നമുക്ക് അതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കേ. ഓക്കേ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് 1. ഈ ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് 1 മക്കളെ. സോൾവ് 2 tan ഇൻവേഴ്സ് cos x = tan ഇൻവേഴ്സ് 2 cosec x. അപ്പോൾ സോൾവിന്റെ മീനിങ് എന്താ? ഇതിൽ നിന്ന് x ന്റെ വാല്യൂ കണ്ടെത്തണം എന്നുള്ളതാണ്. ഓക്കേ. നമ്മുടെ അടുത്ത റിസൾട്ട് ഉണ്ടായിരുന്നു. അതിന് സൈഡിൽ ഞാൻ എഴുതിയിട്ടാണ് 2 tan ഇൻവേഴ്സ് x ന് tan ന്റെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. ഏതായിരുന്നു? tan ഇൻവേഴ്സ് 2x/1 - x². അങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കേ. അത് ബേസ് ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പോൾ ഇത് 2 tan ഇൻവേഴ്സ് x ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് റിസൾട്ട് എന്താ? tan ഇൻവേഴ്സ് ഓഫ് 2x അതായത് 2 cos x by 1 - x². ഇവിടെ x ആണ് cos x ആണ്. 1 - cos square x. ഇത്രയും ആയി. ഓക്കേ. ഈക്വൽ ടു tan ഇൻവേഴ്സ് 2 cosec x. 2 അതുപോലെ എന്താ cosec ആണ്? 1/sin ആണ്. അപ്പോൾ 2/sin x എന്ന് എഴുതാം അല്ലേ? ഇവിടെ എന്താ സംഭവം പറഞ്ഞോളൂ? cosec എന്ന് പറഞ്ഞാൽ ആരാണ്? 1/sin ആണ്. ഓക്കേ. അതാണ് അങ്ങനെ എഴുതുന്നത്. ഇനി നമ്മൾ ഇവിടെ മാറ്റേണ്ടതുണ്ട്. എന്താ 1 - cos square x പറഞ്ഞാൽ നമുക്ക് അറിയുന്ന റിസൾട്ട് ആണ് sin square x + cos square x എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിൽ നിന്ന് sin square x ന്റെ റിസൾട്ട് ആണ് 1 - cos square x. ഓക്കേ. അപ്പോൾ ആ റിസൾട്ട് ആണ് പറഞ്ഞോളൂ. tan ഇൻവേഴ്സ് 2 cos x by 1 - cos square x ന് പകരം sin square x which is equal to tan inverse of 2/sin x. ഇങ്ങനെ എഴുതാലോ? ക്ലിയർ അല്ലേ? tan ഇൻവേഴ്സും കട്ട് ചെയ്യാം. ബാക്കി 2 cos x by sin square x equal to 2/sin x എന്നാവും. then 2 കട്ട് ചെയ്യാം. ഇതിന് ഒരു സൈൻ പോയി, ഇതിന് ഒരു സൈൻ പോയി. ബാക്കി ഇവിടെ ഉള്ളത് ആരാണ്? cos x by sin x. അപ്പുറത്ത് ആരാണുള്ളത്? 1 ആണ്. cos by sin ആരാണ്? നമുക്ക് അറിയണാണ് cot x ആണ്. cot x is equal to 1. then cot x equal to 1 ആണ്. x is equal to ആരാണ്? cot inverse 1 ആണ്. എന്താ cot inverse 1 എന്നാൽ ആൻസർ ആയി. cot inverse 1 ആണ്. x is equal to ആരെ? cot inverse 1 എന്ന് പറഞ്ഞാൽ ആരാണ്? pi/4 ആണ്. x is equal to pi/4. ഇതാണ് കാര്യം ചെയ്യാം. വളരെ സിമ്പിൾ ആയി നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഇവിടെ അറിയേണ്ട 2 tan ഇൻവേഴ്സ് x ന്റെ റിസൾട്ട് tan ഇൻവേഴ്സ് 2x/1 - x². ആ റിസൾട്ട് വെച്ച് ചെയ്യാം. ഇവിടെ x ആണ് cos x ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ x ന്റെ സ്ഥാനത്ത് cos x കൊടുത്തു. അതേപോലെ ഇവിടെ 2 അതുപോലെ cosec എന്ന് പറഞ്ഞാൽ 1/sin. then 1 - cos square x ആണ് sin square x ആണ്. പിന്നെ ക്യാൻസൽ ചെയ്ത് ആ ഫൈനലി cot x = 1 ആയി. അപ്പോൾ x = cot inverse 1 ആണ്. ആരാണ്? pi/4 ആണ്. ഓക്കേ. നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് 9π/8 minus 9/4 sin inverse 1/3 which is equal to 9/4 sin inverse 2√2/3. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റം വരുത്തുന്നുണ്ട്. ശ്രദ്ധിക്കുക എങ്ങനെ മാറ്റം വരുത്തുന്നത്. ഇത് ഞാൻ ആദ്യം ഓക്കേ. അപ്പോൾ 9/4 sin inverse 2√2/3. ഓക്കേ. ഈ -9/4 sin inverse 1/3 ഈ ഒരു ടേം ഈക്വൽ സൈൻ അപ്പുറത്ത് എന്തായി? പ്ലസ് ടേം ആയി. അതായത് +9/4 sin inverse 1/3 equal to അപ്പോൾ ഈ സൈഡിൽ ആര് മാത്രമേ ഉള്ളൂ? 9π/8 മാത്രം. ഓക്കേ. ഇങ്ങനെ ഏതാണ് കാരണം? രണ്ടിലും 9/4 കോമൺ ആണ്. ഔട്ട് സൈഡ് എടുക്കുക ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കേ. അപ്പോൾ 9/4 ഞാൻ പുറത്ത് കിട്ടും. ഓക്കേ. ബാലൻസ് നിങ്ങൾ പറയാം. sin inverse 2√2/3 plus sin inverse 1/3 which is equal to 9. സോറി, ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ അത് മാത്രം ഇങ്ങനെ മതി. ഓക്കേ. അപ്പോൾ ക്വസ്റ്റ്യൻ റിയലൈസ് ചെയ്താണ്. അപ്പോൾ 9/4 sin inverse 2/√3 plus sin inverse 1/3 എന്നാണ്.
ഇനി ഇതിനെ ഞാനൊന്ന് കോസിലേക്ക് മാറ്റാൻ പോകും. ഈ സൈൻ ഇൻവേഴ്സ് 2√2/3 നെ കോസിലേക്ക് മാറ്റാം. അപ്പൊ ഇത് വെച്ചിട്ട് ഇതിനൊരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകും. അപ്പൊ സൈഡ് ഇതാ നോക്കിക്കോളൂ. എന്തായിരുന്നു പറഞ്ഞോളൂ. ഇവിടെ പറയാം സൈൻ ഇൻവേഴ്സ് 2√2/3 എന്താണ്? സൈൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ ഇതാണ് ഓപ്പോസിറ്റ് 2√2 ഇത് 3. അങ്ങനെയാണെങ്കിൽ എ ബി സി എന്നൊക്കെ നെയിമിംഗ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √3² ആണ് 2√2² ആണ് 8 ആണ്. അപ്പൊ √1 ആണ് 1. അപ്പൊ ഇത് 1 ആയി. അതിൽ നിന്ന് കോസിന് ഇക്വേഷൻ കണ്ടെത്താം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സൈഡിൽ നമ്മൾ പറഞ്ഞോളൂ സൈൻ ഇൻവേഴ്സ് 2√2/3 ഈക്വൽ ടു ഇതിന് ഈക്വൽ ആയിട്ട് കോസിന് ഇക്വേഷൻ പറയും. കോസ് ആണ് എന്താ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് 1/3. ഓക്കെ, അപ്പൊ ഇതിന് പകരം ഞാൻ അത് ഡിനോട്ട് ചെയ്യാം. അപ്പൊ 9/4 ഇതിന് പകരം കൊടുക്കാം കോസ് ഇൻവേഴ്സ് 1/3 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/3. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി നമ്മൾ പഠിച്ചൊരു റിസൾട്ട് ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നത്? സൈൻ ഇൻവേഴ്സ് x പ്ലസ് കോസ് ഇൻവേഴ്സ് x ഈക്വൽ ടു ആരാണ്? π/2. ഇങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഫംഗ്ഷൻ പ്ലസ് കോഫംഗ്ഷൻ ഈക്വൽ π/2. ഇത് അതന്നെ cos inverse x plus sin inverse x equal to രണ്ട് സെയിം തന്നെ. ഇത് മൊത്തത്തിൽ ആരായി? π/2. അപ്പോൾ 9/4 into π/2 3 ഓക്കേ അല്ലേ? ഇത് ഇന്റെയും എന്ത് തരാം? 9 into π 9π by 2 into 4 8 2 9π/8. ഇതെല്ലാം നമുക്ക് തെളിയിക്കണ്ടേ? ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? ഞാൻ എന്താ ചെയ്തത്? ഈ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ആദ്യം മാറ്റി 9π/8 മാത്രം ഒരു സ്ഥലത്ത് നിർത്തി, ബാക്കിയുള്ളതൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി. ഇത് രണ്ടിൽ 9/4 കോമൺ ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുത്തു, ബാലൻസ് അതുപോലെ എഴുതി. രണ്ടും സൈനിലാണ്, ഒന്ന് സൈൻ ഒന്ന് കോസും ആണെങ്കിൽ നമുക്ക് റിസൾട്ട് π/2 ആണ്. അത് രണ്ടിന്റെ എക്സ് സെയിം ആക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് സൈൻ ഇൻവേഴ്സ് 2√2/3 നമ്മൾ എന്ത് ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത്. ഇനി ഇത് മാറ്റണ്ട, ഇത് മാറ്റിയാൽ മതി. നമ്മൾ ഇതിനെ മാറ്റി ചെയ്യാം. അപ്പോൾ കോസ് ഇൻവേഴ്സ് 2√2/3 മാറ്റിയാലും മതി, പ്രശ്നമില്ല. ഏത് മാറ്റിയാലും ആൻസർ ആണ്. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ നിന്ന് ആ സൈൻ ഇൻവേഴ്സ് 2√2/3 പകരം കോസ് ഇൻവേഴ്സ് 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് റിസൾട്ട് π/2 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 9π/8 കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സൈൻ ഓഫ് tan ഇൻവേഴ്സ് x is equal to x/√1 plus x². ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യാൻ പോകുന്നത് പുട്ട് y equal to tan inverse x. ഓക്കെ, ഇതിൽ നിന്ന് tan y equal to ആരായി? tan y equal to x. അവിടെ നോക്കാം. ഇനി ഇതിൽ നിന്ന് ഇവിടെ നമുക്ക് തുടങ്ങാൻ പോകാം. tan y equal to tan നമുക്ക് അറിയാം sin y by cos. sin by cos ആണല്ലോ ആര്? tan എന്നാണ്. അപ്പോൾ sin y by cos y ആണ് tan y എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ ഒന്നും കൂടി നമുക്ക് ചെയ്യാം. sin അതുപോലെ sin y അതുപോലെ എഴുതി, ബാക്കി 1/cos. 1/cos ആരാ? sec y. ഇങ്ങനെ എഴുതിക്കൂടെ? ഈക്വൽ ടു x. ഇനി നമുക്ക് അറിയുന്ന റിസൾട്ട് ആണ് √1 plus x² അല്ലേ? പറഞ്ഞോളൂ. സോറി, √sec² x minus tan² x ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇതിൽ നിന്ന് sec² x ന് ഇക്വേഷൻ ഉണ്ട് 1 plus tan² x. അങ്ങനെയാണെങ്കിൽ sec x ന് ഇക്വേഷൻ ഉണ്ട് sec y ആണ്. അപ്പൊ പറഞ്ഞോളൂ sin y √1 plus tan² y equal to x. ഓക്കേ, ക്ലിയർ ആണ്? 3 ഓക്കേ. ഒന്നും കൂടി sin y √1 അതേപോലെ പ്ലസ് tan² y. നമ്മൾ tan y ആയിട്ട് x ആണ്, അപ്പോൾ tan² y ആണ് x² equal to 3 ഓക്കേ. ഒന്നും കൂടി sin y equal to x/√1 plus x². അങ്ങനെ കൊടുത്തൂടെ? sin y equal to x/√1 plus x². അതിന്റെ ബാക്കി അപ്പുറത്തേക്ക് ശ്രദ്ധിക്കാം. y equal to sin അപ്പുറത്ത് പോകുമ്പോൾ sin ഇൻവേഴ്സ്. അപ്പോൾ sin ഇൻവേഴ്സ് x/√1 plus x². ഓക്കെ, y equal to sin inverse x/√1 plus x². ഓക്കെ, ഇനി പറയും നമ്മൾ y ആയിട്ട് കൊടുത്തത് ആരെയും tan y അല്ലേ? ഓക്കെ, അപ്പോൾ which is equal to ആരെന്ന് പറയാം? tan y എന്ന് പറയാം. ക്ലിയർ അല്ലേ? നമ്മൾ y ആയിട്ട് കൊടുത്താൽ tan inverse x ആണ്. y ആയിട്ട് കൊടുത്തത് ആരെയും tan inverse x. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. sin of tan inverse x ആണ്.
അപ്പോൾ സൈൻ ഓഫ് tan ഇൻവേഴ്സ് x ന് സ്ഥാനത്ത് കൊടുക്കാം. പറയും സൈൻ ഇൻവേഴ്സ് x by root 1 plus x square. ഇങ്ങനെ വന്നാൽ രണ്ടും ക്യാൻസൽ ചെയ്യും. ബാലൻസ് ആരാണ് x by root 1 plus x square. ഇതല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിക്കും നോക്കുക. ഞാൻ എന്താ ചെയ്തത്, ഈ tan ഇൻവേഴ്സ് x ന് y ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇതിൽ നിന്ന് x ന്റെ ഇക്വേഷൻ കണ്ടെത്തി. x tan y. tan y എന്ന് പറഞ്ഞാൽ sin by cos ആണ്, അതുപോലെ എഴുതി. 1 by cos sec ആണ്, അത് എഴുതി. sec നെ നമുക്ക് മാറ്റാൻ റിസൾട്ട് ഉണ്ട്. √1 plus tan square y ആയി. ഈ tan y എന്ന x ആണ്, അപ്പോൾ x square ആയി. then √1 plus x square മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ ചേർക്കുമ്പോൾ ഡിവൈഡ് ആയി. അപ്പോൾ sin y = x by √1 plus x square ആയി. then ഇതിൽ നിന്ന് y മാത്രം എടുത്തു, sin അപ്പുറത്ത് പോകുമ്പോൾ ഇൻവേഴ്സ് ആവും. y = sin inverse x by √1 plus x square ആയി. y എന്ന് പറഞ്ഞാൽ കൊടുത്ത tan y ആണ്. അപ്പോൾ ഇത് equal to ആര്, y എന്ന് കൊടുത്ത ആര്, tan inverse x ആണ്. അപ്പോൾ ഇതിനെ ഇത് equal to tan inverse x. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു sin of tan inverse x. അപ്പോൾ ആ സൈൻ അതുപോലെ tan inverse x ന്റെ സ്ഥാനത്ത് ഇത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈനും sin inverse കട്ട് ചെയ്തു. ബാലൻസ് x by √1 plus x square. ക്ലിയർ അല്ലേ? ഓക്കേ ഓക്കേ, 6th question. Prove that tan inverse x by y minus tan inverse x minus y by x plus y which is equal to pi by 4. അപ്പോൾ ഇത് നമ്മൾ ഇത് ഈക്വൽ ടു pi by 4 എന്ന് തെളിയിച്ചാൽ മതി. ഫൈനൽ ഉത്തരം pi by 4 ലേക്ക് എത്തിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. നമ്മുടെ റിസൾട്ട് ഉണ്ട്. ഇതിനെ മൊത്തത്തിൽ നമ്മൾ x ആയിട്ട് എടുക്കും, ഇതിനെ y ആയിട്ട് എടുക്കും. അപ്പോൾ tan inverse x minus tan inverse y റിസൾട്ട് ഉണ്ട്. tan inverse x minus tan inverse y എന്ന് പറഞ്ഞാൽ ആരായിട്ടും tan inverse of x minus y by 1 plus xy. ഇങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട് ട്ടാ. ഓക്കേ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു tan inverse of xy by minus x minus y by x plus y. Okay, divided by 1 plus x minus y, sorry, 1 plus x into y, x by y into x minus y by x plus y. 3. Okay, മുകളിൽ ക്രോസ് ചെയ്യാം. അപ്പോൾ പറഞ്ഞോളൂ tan inverse ക്രോസ് ചെയ്യുമ്പോൾ x into x plus y minus y into x minus y divided by y into x plus y all divided by ഇവിടെ ക്രോസ് ചെയ്യാം അല്ലേ. ഇത് x into x minus y ആണ്, y into x plus y. ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്താവും, y into 1 y into x plus y plus x into x minus y divided by y into x plus y. ഇങ്ങനെ വന്നു. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് കുറച്ചിട്ടുണ്ട്. x into x minus y, അതുപോലെ y into x plus y, y x plus y, y into x plus y. അതിനെ ക്രോസ് ചെയ്യും, അതാണ് ഇങ്ങനെ വന്നത് ട്ടാ. ഓക്കെ, ഇത് രണ്ടും കട്ട് ചെയ്യാം. ബാലൻസ് പറഞ്ഞോളൂ. ബാലൻസ് പറഞ്ഞു tan inverse മുകളിൽ ഞാൻ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. x into x square x into y xy, then അടുത്ത ഈ മൈനസ് അതുപോലെ ബ്രാക്കറ്റ് വേണേ, y into x xy minus y into y y square. Okay, divided by, അപ്പോൾ അത് പോയി ഇത് മാത്രം, y into x xy plus y into y y square plus x into x x square minus xy. Okay, അപ്പോൾ അത് ഓക്കെ. നെക്സ്റ്റ് ഒന്നും കൂടി, which is equal to tan inverse x square plus xy minus into xy minus xy minus into y minus y plus y square divided by xy plus y square plus x square minus xy. 3 ആണ്. ഈ കട്ട് ചെയ്യാനൊക്കെ കട്ട് ചെയ്യാം, ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്യണ്ട. xy കട്ട് ചെയ്യാം, ഇവിടെ അതേപോലെ xy കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് ആരാ പുറത്തേക്കുന്നത് നോക്കിക്കോളൂ. which is equal to tan inverse ന്യൂമറേറ്ററിൽ ആരാ ബാക്കി, x square plus y square divided by താഴെ ബാക്കി x square, താഴെ നോക്കുക y square plus x square. അതിനെ തിരിച്ച് ചെയ്താൽ x square plus y square. മുകളിലും താഴെ ഒരേപോലെ, അപ്പോൾ കട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്തായി 1 എന്ന് പറയാം. അപ്പോൾ tan inverse 1 എന്നായി. tan inverse 1 എന്താ, പ്രിൻസിപ്പൽ ആയി നമ്മൾ ചെയ്തു pi by 4. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്
ആൻസർ ആയി. വളരെ സിമ്പിൾ ആണ് ഈ ഒരു റിസൾട്ട്. tan inverse x minus tan inverse y എന്താ അത് അപ്ലൈ ചെയ്യാം. ബാക്കി പിന്നെ ക്രോസിങ്ങും ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാന്നുള്ളത് അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫൈനലി tan inverse 1 ആരാണ്? പ്രിൻസിപ്പൽ വാല്യൂ നോക്കിയാൽ അറിയാം 5/4. ക്ലിയർ ആണല്ലോ? നോക്കിക്കോ. ഓക്കേ, 7th ക്വസ്റ്റ്യൻ മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പ്രൂവ് ദാറ്റ് cot inverse √1 + sin x + √1 - sin x by √1 + sin x minus √1 - sin x equal to x/2. ഇതാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ √1 + sin x അതിൽ നിന്ന് ഞാൻ തുടങ്ങാൻ പോകുന്നില്ല. ശ്രദ്ധിച്ചോ, √1 + sin x. ഓക്കെ, ഇതിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അറിയുന്ന റിസൾട്ടുകൾ സൈഡിൽ ഇങ്ങനെ എഴുതാൻ പോവാണ്. നോക്കിക്കോ, നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് sin square x + cos square x = എന്താണ്? 1 അല്ലേ? sin square x + cos square x = എന്താണ്? 1 ആണ്. അങ്ങനെ എഴുതിയാലും ഈ തിരിച്ച് എഴുതിയാലൊക്കെ തന്നെയാണ് ഒരേ ആൻസർ തന്നെ വരിക. sin square x + cos square x എന്ന് പറഞ്ഞാലും cos square x + sin square x എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രണ്ട് സ്ഥലത്തും ഒരേ ആളാകുമ്പോഴാണ് 1 ആവുക. അങ്ങനെയാണ് ഇത് തിരിച്ച് എഴുതി കൂടെ cos square x/2 plus sin square x/2 equal to 1. ഇങ്ങനെ എഴുതിയാലും 1 തന്നെ. രണ്ട് സ്ഥലത്ത് x/2 ഒരേ ആൾ വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ആണ്. അടുത്തത് ഇവിടെ sin x ആണ്. sin 2x നമ്മുടെ കയ്യിലൊക്കെ റിസൾട്ട് ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ച റിസൾട്ട് ആണ്. 2 sin x cos x ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 2x വരുമ്പോൾ x നേരെ ഹാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ sin x എന്താവും എന്നാണ് പറഞ്ഞത്? 2 sin x/2 cos x/2. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നോക്കുക, ഇപ്പോൾ √1 ന്റെ സ്ഥാനത്ത് cos square x/2 plus sin square x/2 plus sin x ന്റെ സ്ഥാനത്ത് 2 sin x/2 cos x/2. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതെന്താ മക്കളെ? ഇനി ഇത് ശ്രദ്ധിക്കുക, ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതാ, ഇത് cos square, ഇത് a² ആണ് വിചാരിക്കുക. അപ്പോൾ 2ab plus b². ഫോർമുല ഉണ്ട്. എന്താണ് അത്? എന്തിന്റെ ഫോർമുല? a² plus 2ab plus b² ആണ്. ആരാണ്? a plus b whole square അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ a plus b whole square. ഇവിടെ a എന്ന് പറഞ്ഞാൽ ആരാണ്? cos x/2 plus b എന്ന് പറഞ്ഞാൽ ആരാണ്? sin x/2 whole square. ഇത്രയും കാര്യം ഓക്കെ. സ്ക്വയറും റൂട്ടും വന്നാൽ രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ആവും. ബാലൻസ് ആരാ? cos x/2 plus sin x/2. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ. സിമിലർലി നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം? സിമിലർലി √1 - sin x അപ്പോൾ ആരായിരിക്കും? ഇതുപോലെ നമുക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല, അപ്പോൾ ഫൈനൽ ഉത്തരത്തിൽ മൈനസ് ആക്കിയാൽ മതി. cos x/2 minus sin x/2 അല്ലേ? ഇവിടെ മൈനസ് ആ വരിക, ഈ മൈനസ്. അപ്പോൾ എന്താ? a² minus 2ab plus b² a - b whole square ആണ്. അത് രണ്ട് സ്ക്വയർ കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കടക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞോളൂ എന്താ വരിക? cot inverse √1 plus sin x ന്റെ പകരം ഇത് കൊടുക്കാം. cos x/2 plus sin x/2 ഓക്കേ പ്ലസ് √1 - sin x ന്റെ പകരം ഇത് കൊടുക്കാം. cos x/2 minus sin x/2 ഡിവൈഡഡ് ബൈ താഴെ ആരാണ്? √1 plus sin x ന്റെ പകരം നമ്മൾ നേരത്തെ കിട്ടിയത് തന്നെ cos x/2 plus sin x/2 മൈനസ് കഴിഞ്ഞാൽ ഉടനെ ബ്രാക്കറ്റ് ഇടണം. നമ്മൾ പഠിച്ച കാര്യം ബ്രാക്കറ്റ് ഇട്ടു. √1 - sin x ന്റെ പകരം cos x/2 minus sin x/2. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ബാലൻസ് പറ. cot inverse മുകളിൽ കട്ട് ചെയ്യാൻ എന്താ നോക്കുക? sin x/2 sin x/2 കട്ട് ചെയ്തു. ബാക്കി ആരാ? ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിൽ നമുക്ക് കിട്ടിയല്ലോ cos x/2 പ്ലസ് ചെയ്യുമ്പോൾ രണ്ടും 2 cos x/2. ഈ താഴെ ഞാൻ ഒന്നുകൂടി ഇത് ചെയ്യാൻ പോവാണ്. നോക്കാം, cos x/2 plus sin x/2 മൈനസ് ഇന്റെയും മൈനസ് cos x/2 plus sin x/2. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് cot inverse മുകളിൽ 2 cos x/2 അതുപോലെ കൊടുക്കാം. ഈ പ്ലസ് cos x/2 മൈനസ് cos x/2 കട്ട്, ബാക്കി രണ്ട് sin x/2 plus sin x/2 എന്തായി? 2 sin x/2. ഓക്കെ, നമുക്കൊക്കെ അറിയാം എന്താ? ആ രണ്ട് ക്യാൻസൽ ചെയ്ത് ബാക്കി cos by sin ആരാ? പറഞ്ഞോളൂ, എന്താ cos by sin ആവാ? അപ്പോൾ cot inverse of cot x/2 എന്നാവും.
കോട്ട് ഇൻവേഴ്സും കോട്ടും വന്നാൽ രണ്ടും എന്ത് ചെയ്യും നമ്മൾ ക്യാൻസൽ ചെയ്യും. ഫൈനൽ ആൻസർ എന്താണ് x/2. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും നോക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ √1 + sin x നെ ഒന്ന് മാറ്റി 1നെ cos² x/2 + sin² x/2 ആക്കി. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? x/2 കൊടുക്കാൻ കാരണം sin x നെ നമുക്ക് മാറ്റണം 2 sin x/2 cos x/2. ആ ഫോർമുലയിൽ തന്നെ ആയി. ഈ സ്ക്വയർ റൂട്ട് പോകുമ്പോൾ ഇത് ഏത് മെത്തേഡാണ്? a+b² എക്സ്പ്ലനേഷൻ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അത് ചെയ്തു. അപ്പോൾ ബാക്കി അങ്ങനെ വന്നു. ഇതുപോലെ √1 - sin x ന് നമുക്ക് ഉത്തരം കിട്ടി cos x/2 - sin x/2. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അതിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വെട്ടാനുള്ളതൊക്കെ വെട്ടുക. ഫൈനലി 2 cos x/2 2 sin x/2 2 ക്യാൻസൽ. ബാക്കി cos/sin കോട്ടാണ്. കോട്ട് ഇൻവേഴ്സും കോട്ടും കട്ട് ചെയ്യും. ബാക്കി x/2. ക്ലിയർ അല്ലേ? ഓക്കേ. then 8th one, solve sin inverse 1 - x minus 2 sin inverse x is equal to /2. അതായത് നമ്മൾ x ന്റെ വാല്യൂ കണ്ടെത്തണം എന്നുള്ളതാണ്. ഓക്കേ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് let y equal to sin inverse x. ഈ sin inverse x ന് y ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ എന്തൊരു കാര്യം കിട്ടി? x is equal to sin y. x is equal to sin y. ഓക്കേ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. sin inverse 1 - x ന്റെ സ്ഥാനത്ത് sin y minus 2 sin inverse x നാണ് y equal to pi/2. 3 ഓക്കേ അല്ലേ? അടുത്ത സ്റ്റെപ്പ് sin inverse 1 - sin y equal to pi/2 minus 2 ആകുമ്പോൾ plus 2y. ഓക്കേ, ഒന്നും കൂടി 1 - sin y equal to sin inverse അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? sin ആണ്. ഓക്കേ, ബാക്കി ആരാണ്? pi/2 plus 2y. ഇത്രയും കാര്യം ഓക്കേ ആണല്ലോ. ഇനി നമ്മൾ സൈഡിൽ നമ്മൾ എഴുതാൻ പോവാണ് sin pi/2 plus theta. sin pi/2 plus theta എന്നാണ് ആരായിരുന്നു? cos theta ആയിരുന്നു. എന്ന റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രിഗണോമെട്രിയിൽ. ഓക്കേ, അപ്പോൾ 1 - sin y equal to cos theta. അവിടെ theta ആണ് 2y ആണ്. ഓക്കേ, cos 2y. ഇനി cos 2y ക്ക് നമ്മൾ cos 2 theta ക്ക് വേറെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. cos 2 theta equal to 1 - 2 sin² theta. ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ പറയും 1 - sin y equal to 1 - 2 sin² theta minus 2 sin² theta. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, സോറി theta അല്ല, ഇവിടെ എന്താ വരിക? y ആണ് വരിക. ഓക്കെ, ഈ +1 ഈ +1 ക്യാൻസൽ, മൈനസും മൈനസും ക്യാൻസൽ ചെയ്തുകൂടാ. ബാക്കി എന്താ വരിക? sin y equal to 2 sin² y ആയി. ഓക്കെ, അപ്പോൾ എന്ത് ഇതിനപ്പുറത്ത് കൊണ്ടുപോകാൻ പറയും 2 sin² y minus sin y equal to ആരായി? 0. ഈ കാര്യം ഓക്കെ. ഇനി പറയാൻ എന്തായാലും sin y ന് കൊടുത്തത് x അല്ലേ, അപ്പോൾ അതുപോലെ ഡിനോട്ട് ചെയ്യാം 2x² minus x equal to 0. ഇത്രയും കാര്യം ഓക്കെ. ഈ രണ്ട് സൈഡിൽ x നെ കോമൺ ആയിട്ട് പുറത്ത് കൊടുത്തൂടെ. അപ്പോൾ എന്താ ബാക്കി നമ്മുടെ ഇതിനെ നോക്കാം. x പുറത്ത് കൊടുക്കുമ്പോൾ ബാക്കി പറയും 2x minus 1 equal to 0. ഇതിന്റെ മീനിങ് എന്താ? ഒന്നുകിൽ x equal to 0 അല്ലെങ്കിൽ or 2x minus 1 equal to 0. അപ്പോൾ x is equal to 0 ഓൾറെഡി കിട്ടി. then 2x is equal to 1, x is equal to 1/2. ഇനി ഇതിൽ ഈ x ന് ഇപ്പോൾ രണ്ട് വാല്യൂ ആയി. ഇതിൽ ഏത് വാല്യൂ അപ്ലൈ ചെയ്യും എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം x ന് എന്ത് ചെയ്യുക? 1/2 കൊടുത്ത് നോക്കുക. x ന് 1/2 ഇക്വേഷൻ കൊടുക്കുക. ഓക്കേ, x ന് 1/2 കൊടുക്കുക. അതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. പറയും sin inverse 1 - x is equal to pi/2 plus 2 sin inverse x എന്നാക്കാം. x ന് നമ്മൾ 1/2 കൊടുക്കുക. അപ്പോൾ എന്ത് വരാം? sin inverse 1 - 1/2 which is not equal to അല്ലേ വരാം? pi/2 plus 2 sin inverse x. ഓക്കേ, അപ്പോൾ ഒരിക്കലും എന്ത് വരില്ല? sin ന് നമ്മൾ എന്ത് കൊടുക്കാൻ പറ്റില്ല? പറഞ്ഞോളൂ, നിങ്ങൾക്ക് തന്നെ പറയാം. sin inverse x ൽ 1/2 കൊടുത്താൽ ഈ ഇക്വേഷൻ എന്തല്ല സാറ്റിസ്ഫൈ ചെയ്യൂല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? x is equal to 0 is correct answer. x not equal to 1/2 because കാരണം എന്താ? നമ്മൾ 1/2 എടുക്കാത്തതിന്റെ കാരണം എന്താണ്? does not satisfy the given equation. കറക്റ്റ് അല്ലേ? ഒന്ന് നോക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശരിക്കും നോക്കുമ്പോൾ എന്താ ചെയ്തത്? sin inverse x നെ y ആയിട്ട് ഡിനോട്ട് ചെയ്തു. അതുപോലെ അതിൽ നിന്ന് sin x ന് ഇക്വേഷൻ sin y ക്ക് ഇക്വേഷൻ കണ്ടെത്തി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ച അതേപോലെ sin pi/2 plus theta എന്താ? cos theta ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ cos theta മറ്റൊരു ഇക്വേഷൻ 1 - 2 sin² theta അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. then കട്ട് ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ അപ്പുറത്ത് ഇതുപോലെ കട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. കട്ട് ചെയ്തു. ബാലൻസ് ഉള്ളത് ഈ sin y = 2 sin² y
ഒരു സ്ഥലത്ത് കൊടുന്നു, then വീണ്ടും sin ന്റെ സ്ഥാനത്ത് x കൊടുത്തു, then x ന് 0 and x ന് 1/2 ഈ രണ്ട് വാല്യൂ കിട്ടും. പക്ഷേ നമ്മൾ ഇവിടെ x ന് ഒരിക്കലും എന്ത് എടുക്കൂല 1/2 എടുക്കൂല. അതിനുള്ള കാരണം എന്താ? x ന് 1/2 കൊടുക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തല്ല സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്റർ. ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കണം. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ഇനി എക്സ്ട്രാ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്, ഇത് മാത്രമല്ല ഇൻവേഴ്സിലുള്ളത്, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എക്സാമിൽ ചോദിക്കുന്ന NCERT-ലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടെത്തി നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് പറയാം. നമുക്ക് അതിന്റെ ആൻസർ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ വളരെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എക്സാമിന്, പബ്ലിക് എക്സാമിന് 4 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മാർക്ക് പോലും നമ്മൾ എന്ത് ചെയ്യൂല, നമുക്ക് എന്ത് ചെയ്യാം, നഷ്ടപ്പെടാതിരിക്കണം. അതിനുവേണ്ടി എല്ലാവരും എന്ത് ചെയ്യാം, പഠിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ.